സാർ ഭയങ്കര ആധുനികമായിട്ട് മത്സരിക്കുന്ന ഒരാളാണ്. ഇപ്പോൾ ഗിരീഷേട്ടൻ വന്ന സമയത്ത് ഗിരീഷേട്ടൻ ആ പാട്ടുകൾ എഴുതുന്നതിനെയൊക്കെ ഉൾക്കൊള്ളുകയും കൈതപ്പുറത്തിൻ്റെ പാട്ട് അപ്പോഴും അവിടെ നിൽപ്പുണ്ടായിരുന്നു. ഗിരീഷേട്ടൻ്റെ പാട്ടിലൊക്കെ നമ്മൾ അംഗീകരിക്കുമ്പോഴും കൈതപ്പുറം അവിടെ നിന്നു എന്നുള്ളതാണ്. അത്രയും കോമ്പറ്റ് ചെയ്യുന്ന ആളാണ്. ഇപ്പോഴും പാട്ട് എഴുതാൻ വേണ്ടിയിട്ട് ഭയങ്കര ശക്തമായിട്ട് തന്നെ നിലകൊള്ളുന്നുണ്ട്. അത് ഭയങ്കര സുഖമുള്ളൊരു പരിപാടിയാണ്. എന്നാലും കഷ്ടമല്ലേ ഇങ്ങനത്തെ ഒരാളെ കൊണ്ടുവന്നിട്ട് പിടിയാനൊക്കെ പറയുന്നത്. സാർ ഒത്തിരി എഴുതിയിട്ടുണ്ടല്ലോ. വാക്കിംഗ് ഇൻ ദ മൂൺലൈറ്റ്, ഐ എം തിങ്കിങ് ഓഫ് യു എന്നുള്ളതും ഒക്കെ ഇംഗ്ലീഷും ഒക്കെ എഴുതിയിട്ടുണ്ട്. ഒത്തിരി പാട്ടുകൾ ഡിഫറെൻ്റ് ആയിട്ട് എഴുതാൻ പറ്റിയിട്ടുണ്ട്. പുള്ളിക്ക് സാറിനൊരു ചലഞ്ചായിട്ടാണ് സാർ എപ്പോഴും പറയാറുള്ളത്. അതേപോലെ തന്നെ ഈ മുറ്റത്തെ മുല്ലേ ചൊല്ലു, കാലത്തെ നിന്നെ കാണാൻ വന്നെത്തും തമ്പ്രാൻ ആരാരോ എന്ന് പറയുന്നത് വളരെ ലൈറ്റായിട്ടാണ് നമ്മൾ പാടിയത്. അതിൻ്റെ പിന്നിൽ അധ്വാനമൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. നമ്മൾ സാധാരണക്കാർ അങ്ങനെ തന്നെ അതേപോലെ ചൊല്ലിക്കൊണ്ട് കിടന്നു. കാരണം അത്രയും സിമ്പിളായിട്ടാണ് അത് വർക്ക് ചെയ്തിരിക്കുന്നതെന്തോ. ഇത് നമ്മൾ സിംപ്ലിസിറ്റി എന്ന് പറയുന്നതായിരിക്കില്ല ഒരു മ്യൂസിക് ഡയറക്ടറെ സംബന്ധിച്ചിടത്തോളം സിമ്പിളായിട്ടുള്ള. പക്ഷെ നമുക്കത് അനുകരിക്കാൻ പറ്റുന്ന രീതിയിൽ സിമ്പിളായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പിന്നിൽ അങ്ങനെ തന്നെ, അല്ലെങ്കിൽ വരികളാണോ അതിലേക്ക് നയിച്ചത്, അത് അങ്ങനെ തന്നെയാണോ കൺസീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഇപ്പോഴും? തീർച്ചയായിട്ടും. അതായത് നമ്മൾ ചെയ്യുന്നത് കൊമേഴ്ഷ്യൽ സിനിമകളാണെങ്കിൽ അവാർഡ് പാടമല്ലല്ലോ, നമ്മൾ എൻ്റെ കഴിവ് കാണിക്കാൻ വേണ്ടിയല്ല. ഞാനെപ്പോഴും എൻ്റെ സിനിമയിൽ എന്നെ കാണാൻ ആഗ്രഹിക്കുന്നില്ല. ആ സിനിമയിലോട്ട് ചേർന്ന് നിൽക്കുന്ന പാട്ടുകളാണ് വേണ്ടത്. അവിടെ എന്നെ കാണാൻ പാടില്ല. ഈ പടത്തിന് ഇത് അലക്സ് പോള മ്യൂസിക് എന്ന് പറയരുത്. പണ്ടെല്ലാം അങ്ങനെയായിരുന്നു. പണ്ടെല്ലാം ഇപ്പോൾ സലിം ചൗധരിയുടെ പാട്ടുകൾ കേട്ട് നമുക്കറിയാം സലിം ചൗധരിയുടെ പാട്ടാണുള്ളത് അല്ലേ. അങ്ങനെ പല ആളുകൾ നമ്മൾ തന്നെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് വരാൻ പാടില്ല എന്ന് എനിക്കൊരു നിർബന്ധം ആഗ്രഹമുണ്ട്. അതിനൊരു ശ്രമവും എല്ലാം ഉണ്ടായിരുന്നു. എനിക്ക് അത്ര വലിയ സാഹിത്യമുള്ള ആളല്ല, ഒരു സാധാരണക്കാരനാണ്. അപ്പോൾ അതുപോലെ തന്നെ ആളുകൾക്ക് മനസ്സിലാകണം. അതിൽ ശരത് തന്നെ പലപ്പോഴും എന്നെ ഉപദേശിച്ചിട്ടുണ്ട്, നമുക്ക് ആളുകളുടെ ഒരു സാഹിത്യം അവർ ഡെവലപ്പ് ചെയ്യാനൊരു ധർമ്മം കൂടി നമുക്കില്ല എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് പുള്ളി. ഞാൻ അതൊക്കെ ഉണ്ട്, പക്ഷെ പ്രൊഡ്യൂസർക്ക് പൈസ തിരിച്ചിട്ടുണ്ട്. പിന്നെ ആയിരക്കണക്കിന് പാട്ടുകളല്ലേ വരുന്നത്. അതിനിടയിൽ ഏറ്റവും ഈ എപ്പോഴും ഒരു സംഭവം എന്ന് വെച്ചാൽ ഒന്നാമന് മാത്രമേ വിലയുള്ളൂ, രണ്ടാമൻ ആർക്കും വേണ്ട. സിനിമയിൽ പ്രത്യേകിച്ചും പൈസ പ്രോബ്ലം അല്ല അവിടെ. ഏറ്റവും നല്ല ആരാണ് അവരെ വിളിക്കുന്ന ഒരു പ്രവണത ഉണ്ടല്ലോ. അപ്പോൾ രണ്ടാമതാകാൻ പറ്റില്ല, ഒന്നാമൻ തന്നെയാണ്. ആ ഒരു ഉത്തരവാദിത്തം കംപ്ലീറ്റ് ഇപ്പം നിലവിലുള്ള മ്യൂസിക് ഡയറക്ടറിനാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് നമ്മൾ ആ രീതിയിൽ തന്നെ ലൈൻസ് വേണമെന്ന് പറയും. പക്ഷേ ഈ ശരത്ത് അതിൽ നിന്നുകൊണ്ട് കഷ്ടപ്പെട്ടിട്ടുണ്ടാവും പക്ഷേ പിന്നീട് ഞാൻ ആ വരികളുടെ ഒരു മഹത്വം ആലോചിക്കുകയാണ്. കാറ്റിനെ പറ്റിയാണ് ആ പാട്ട്, അറിയാമോ അത്? പക്ഷെ ഒരു സ്ഥലത്ത് പോലും കാറ്റ് എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടില്ല. അങ്ങനെ ചെയ്തിരിക്കുന്നത് ശരിക്കും ഇപ്പോഴാണ് ഞാൻ അയാളെ കൂടുതൽ റെസ്പെക്ട് ചെയ്യുന്നത്. അന്നൊക്കെ അത് ഓർക്കുന്നില്ല. അന്ന് നമ്മളെപ്പോഴും പോരാ പോരാ എന്ന് പറയാൻ നമുക്ക് താല്പര്യം. നമ്മൾ അതിനാണ് സന്തോഷം കാണിക്കില്ല. എന്താ ഇത്തിരി കൂടെ നല്ല വന്നാലോ. അപ്പോൾ ചതിക്കാത്ത ചന്തുവില് ഗിരീഷേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ആദ്യം തന്നെ ഗിരീഷേട്ടനെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൽ സന്തോഷ് വർമ്മ ഒരു പാട്ട് എഴുതിയിട്ടുണ്ട്. പക്ഷേ എന്നിട്ടും നിങ്ങളുടെ കോംബോ ശരത് വയലാറും അലക്സ് പോളും ആയിരുന്നു ഏറ്റവും കൂടുതൽ കോംബോയിൽ സക്സസ് ആയിട്ടുള്ള ഒരുപാട് പാട്ടുകൾ ചെയ്തത്. അതൊരു പക്ഷേ എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ തന്നെ തുടർന്നത്? അതൊരു സിറ്റുവേഷൻ ആയിരുന്നോ, അത് മനസ്സുകൊണ്ട് അങ്ങനെ തന്നെ ആഗ്രഹിച്ച് തുടർന്നതായിരുന്നോ? തീർച്ചയായിട്ടും. അതായത് ശരത്ത് ഞാനായിട്ട് നല്ല ചേർച്ചയായിരുന്നു. എന്നെ പുള്ളിക്ക് സഹിക്കാൻ പറ്റുമായിരുന്നു, പുള്ളിനെ എനിക്ക് സഹിക്കാൻ പറ്റും, അങ്ങനെ വേണമെങ്കിൽ പറയാം. മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു. ഞാൻ പറയാതെ തന്നെ പുള്ളിക്ക് ഇങ്ങനെ എൻ്റെ നോട്ടത്തിലും എല്ലാത്തിലും ഞാനിങ്ങനെ ആരെ വേദനിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ് വിചാരിക്കുന്നത്. എനിക്കറിയില്ല ഇനി വേദനിപ്പിക്കുന്നുണ്ടാന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ എനിക്ക് 100% ഓക്കെ അല്ലെന്ന് തോന്നിയ പുള്ളിക്ക് മനസ്സിലാക്കുകയും ഇങ്ങനെയൊക്കെ പുള്ളി ചെയ്യുമായിരുന്നു. പിന്നെ ഇത്രയും വലിയൊരാളായിട്ട് പോലും ഇങ്ങനത്തെ ഒരു നിഷ്കളങ്കത അയാളുടെ മനുഷ്യനെ കണ്ടിട്ടില്ല കേട്ടോ. എനിക്ക് പലപ്പോഴും അസൂയ തോന്നിയിട്ടുണ്ട് ഇദ്ദേഹത്തിനോട്. അതായത് ഹോട്ടൽസിലൊക്കെ ഹോട്ടലിൽ എന്തൊക്കെയാണല്ലോ വർക്ക് ചെയ്യുമ്പോൾ ഞാൻ മാസങ്ങളായിട്ട് ഹോട്ടലിൽ അവരൊക്കെ ആയിട്ട് നല്ല ബന്ധങ്ങളായിരിക്കും. ഇദ്ദേഹം ആദ്യമായിട്ടായിരിക്കും അവിടെ വരുന്നത്. പക്ഷെ ഒറ്റ ദിവസം കൊണ്ട് അവരെല്ലാം പിടിച്ചെടുക്കും പുള്ളി. കുറെ കഴിയുമ്പോൾ എൻ്റെ അടുത്ത് ശരത് സാർ വന്നില്ലേ എന്ന് ചോദിക്കും. അപ്പോൾ എനിക്കത് അസൂയ തോന്നും, ഞാൻ ആളുകളെ പിടിച്ചെടുക്കാനായിട്ട്. അത് അദ്ദേഹത്തിന്റെ മനസ്സിന്റെ ഒരു ക്വാളിറ്റി ഉണ്ടെന്താ, അത്ര ശുദ്ധനല്ലെന്ന് പറയാം. ഈ പാട്ട് നമ്മൾ മലയാള സിനിമയിൽ ഇപ്പോൾ ഉപയോഗിക്കുന്നത് ആ സിറ്റുവേഷനെ എൻഹാൻസ് ചെയ്യാനുള്ള കാര്യമായിട്ട് മാത്രമായിട്ടാണ്. മുൻപാണെങ്കിൽ പാട്ടൊരു ജോണർ തന്നെയായിരുന്നു. ഇത്ര പാട്ടുകൾ വേണമെന്നൊക്കെ ആയിരുന്നു നമ്മുടെ ഡിസ്കഷൻസ്. ഇവിടെ ഒരു പാട്ട് അവിടെ ഒരു പാട്ടെന്നൊക്കെ. ഇന്ന് അങ്ങനെയല്ല. പാട്ട് ചെയ്താൽ പോലും ഇത് വലിച്ചിടുന്നത് വേറൊരു തരത്തിലായിരിക്കും. ആ സിറ്റുവേഷനിൽ ചിലപ്പോൾ 2 വരികൾ മാത്രം ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ റാപ്പേഴ്സിനെ കൂടുതൽ ഉപയോഗിക്കുകയൊക്കെ ചെയ്യുന്ന ഇതിലേക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒത്തിരി പാട്ടുകളിൽ നമ്മൾ ഈ അടുത്ത കാലത്തുള്ള സിനിമകളിലൊക്കെ റാപ്പേഴ്സിൻ്റെ സാന്നിധ്യവും അവർ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു അവസ്ഥയിലൊക്കെ എത്തിയിട്ടുണ്ട്. ഈ മാറ്റമൊക്കെ ശരിക്കും ഒബ്സർവ് ചെയ്യുന്നുണ്ടോ?
ഞാൻ നേരത്തെ പറഞ്ഞു കേൾവി കുറവാണെങ്കിൽ പോലും തീർച്ചയായിട്ടും അതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ റാപ്പ് മ്യൂസിക് എന്ന് പറയണത് മോശമുള്ള കാര്യമൊന്നുമല്ല. ഇതൊന്നുമല്ല, ഇനി ഒരുപാട് ഡിഫറെൻ്റ് ആയുള്ള, ഞാനിങ്ങനെ കേൾക്കുന്നില്ല എന്ന് പറയുമെങ്കിൽ പോലും ഡിഫറെൻ്റ് ആയുള്ള മ്യൂസിക് ശൈലികൾ ഞാൻ കേൾക്കാറുണ്ട്. അത് നമ്മളെ ഞെട്ടിപ്പിക്കുന്ന വിധത്തിലാണ്. അതായത് പലർക്കും ഒരു ധാരണയുണ്ട് സംഗീതം എന്ന് പറയണത് നമുക്ക് ആനന്ദം കിട്ടുന്നതാണ്, അതാണെന്നൊക്കെ. നേരെ തിരിച്ചായിട്ടുള്ള എഫക്റ്റിലേക്ക് ആളുകളെ കൊണ്ടുപോകാൻ പറ്റും. അങ്ങനത്തെ സംഗീതമുണ്ട്. അപ്പോൾ അത് സംഗീതം തന്നെയാണ്. തീർച്ചയായിട്ടും അങ്ങനെ ഡിഫറെൻ്റ് ആളുള്ള ഒരുപാട് അത് നമ്മൾ പരീക്ഷിച്ചിട്ടില്ല. മലയാളത്തിൻ്റെ ഒരു പരിമിതികളുണ്ട്, എഴുതാനുള്ള ബുദ്ധിമുട്ടും അതുകൂടി നമ്മൾ പരിഗണിക്കണമല്ലോ. ഇപ്പോൾ ഒറ്റക്ഷരമുള്ള രീതിയിൽ നമ്മൾ കമ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എഴുതുന്നവർക്ക്. ഞാനെപ്പോഴും ഒരു പാട്ട് കമ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ തന്നെ എഴുതി നോക്കാറുണ്ട്, നടക്കുമെന്നറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെയൊക്കെ പക്ഷേ ഇത്തിരി കഷ്ടപ്പെടുത്തിയൊക്കെ ചെയ്താൽ ഡിഫറെൻ്റ് ആൾ സാധനം കിട്ടുമായിരിക്കും. ഇപ്പോൾ ഒറ്റക്ഷരം എന്ന് പറയുകയാണെങ്കിൽ ആയുണ്ട്, എന്താണ് എന്ത് പറയാം, നീ എന്ന് പറയാം, അല്ലേ, വാ എന്ന് പറയാം, കുറച്ച് വാക്കുകളല്ലേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. പരിമിതിയാണ്. തമിഴോ തെലുങ്ക് പോലെയല്ല. തമിഴിൽ ഞാൻ ഇതില്ലേ ഒരു പടത്തിൽ തമിഴ് പാട്ട് ചെയ്തപ്പോൾ ഏതാണ് ഓലെ ഓലെ ഓലെ, അതിനെ ഒരു ട്യൂൺ കൊടുത്തപ്പോൾ നിമിഷ നേരം കൊണ്ട് 5 ടൈപ്പ് ലിറിക്സാണ് അടിച്ച് തന്നെനിക്ക്. അത്ര ഫാസ്റ്റായിട്ട് എഴുതാൻ പറ്റും. മലയാളത്തിൽ അങ്ങനെ പറ്റില്ല, കുറച്ചൊരു ബ്രോഡാണ് ആ ഭാഷ. അതെ അതെ അതെ. അപ്പോൾ ആ പരിമിതികളും അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്താണെങ്കിലും ഇപ്പോൾ റാപ്പിനും വഴങ്ങുന്നുണ്ടെന്നുള്ള മനസ്സിലാക്കാൻ പറ്റി. കുറേ പാട്ടുകളെല്ലാം ഹിറ്റായിട്ടുണ്ടല്ലോ, വലിയൊരു കാര്യമാണ്. ഈ അച്ഛനുറങ്ങാത്ത വീട്ടിൽ സിയോൻ മണവാളൻ, യേശുരാജരാജൻ, സഞ്ചാരിയൻ, ജീവന്റെ നാഥൻ എന്ന് പറയുന്ന പാട്ട്, ഈ പാട്ട് ടൈറ്റിൽ ഉപയോഗിച്ചിരിക്കുന്ന പാട്ടാണ്. പക്ഷേ പിന്നീട് സിനിമയിൽ ഇത് ഉപയോഗിക്കുന്നുണ്ട്, വേറൊരു സന്ദർഭത്തിലാണ് ഇത് ഉപയോഗിക്കുന്നത്. ആദ്യം കിട്ടിയിരുന്ന ആ സുഖമല്ല നമുക്ക് കിട്ടുന്നത്, അവിടെ വേറൊരു കോണ്ടസ്റ്റിലാണ് ഇത് വരുന്നത്. ഈ പാട്ട് ചെയ്യുന്ന സമയത്ത് ഇങ്ങനൊരു കോണ്ടസ്റ്റിൽ പിന്നെ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് നേരത്തെ അറിയാമായിരുന്നു, ലാൽ ജോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? അതേ ഇതൊരു ഭക്തിഗാനം മൂഡിൽ അല്ലെങ്കിൽ ഒരു അത്തരത്തിലൊരു ആവേശം ഉണ്ടാക്കുന്ന ഒരു മൂഡിൽ തന്നെ മതി എന്നായിരുന്നു പറഞ്ഞിരുന്നത്? എന്തായിരുന്നു ആ കമ്മ്യൂണിക്കേഷൻ? സിനിമയിലെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ മുന്നോട്ട് പോകുമ്പോൾ ഷൂട്ടിങ് പുരോഗമിക്കുന്ന സമയത്ത് പല കാര്യങ്ങളും ഇങ്ങനെയുള്ള കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്യുക. ക്ലാസ്മേറ്റ്സിലൊക്കെ അങ്ങനെ സംഭവിച്ചുള്ളതാണ്. രണ്ടാമത് പിന്നെ ആ പാട്ട് വരുന്നു, അതൊക്കെ അങ്ങനെ വരുന്നതാണത്. അപ്പോൾ അതാദ്യം തീരുമാനിക്കണമെന്നില്ല, ഒരു സിറ്റുവേഷന് വേണ്ടിയിട്ടാണ് അത് ചെയ്തത്. ഒരുപക്ഷെ അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ 2 രീതിയിലൊക്കെ ചെയ്തതാണ്. എനിക്ക് അങ്ങനെ പ്രശ്നമുണ്ട്. മാക്സിമം ഞാൻ എന്തൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റും അതെല്ലാം ഞാൻ ചെയ്യുന്ന ആളാണ്. 2 രീതിയിൽ ഓർക്കസ്ട്രേഷൻ ഒക്കെ ഞാൻ ചെയ്താണ്. അത് ചെയ്തില്ലല്ലോ, സെയിം തന്നെ എടുത്തിട്ടാണ് ഇട്ടിരിക്കുന്നത്. ആവേശം ഉണ്ടാക്കുന്ന ഒരു എലമെന്റ് അതിനകത്തുണ്ട്. പെന്തക്കോസ്ത് പ്രസംഗങ്ങൾ പോലെ ആവേശം ഉണ്ടാക്കുന്ന ഒരു എലമെന്റ് ഉണ്ട്. ഈ എലമെന്റ് ഉള്ളിലേക്ക് വന്നിട്ട് അത് ഭയങ്കര രസമായിട്ട് ഹല്ലേലൂയയൊക്കെ ഉപയോഗിച്ചിട്ട് അത് എൻഹാൻസ് ചെയ്തിട്ടുണ്ട്. ആ പാട്ടിങ്ങനെ റെക്കോർഡിങ് അതിൻ്റെ മൂഡ് നടക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിലും അങ്ങനെ ഒരു ഇത് വേണ്ടേ, ഒരു ആവേശം നമ്മുടെ ഉള്ളിലുണ്ടാവില്ലേ? ആ പാട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്ത് അനുഭവത്തിലൂടെയാണ് അപ്പോൾ കടന്നുപോയത്? ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ഞാൻ ഈ ആരെന്നെ വിളിച്ചു കഴിഞ്ഞാലും ഞാനൊക്കെ പരിഗണിക്കാൻ നോക്കുമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഞാൻ ഈ പാട്ട് കമ്പോസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, ഓർക്കസ്ട്രേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ലാൽമിഡിയ മേലെ റൂമിലായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ആ സമയത്ത് താഴെ റിസപ്ഷനിൽ നിന്ന് ഒരാൾ വന്നിട്ടുണ്ടെന്ന് പറയുന്നു. അപ്പോൾ എന്നെ കാണാനായിട്ട് മേലേക്ക് വരാൻ പറഞ്ഞു. അപ്പോൾ ഇവിടെ ഇങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഒരു പ്രശ്നമുണ്ട്. നമ്മുടെ അസിസ്റ്റൻറ്റേഴ്സ് ഉണ്ടല്ലോ, ഇവരാരും അടുപ്പിക്കില്ല. അവരുടെ കടമയും കൂടിയാണ്. ആ ഒരു മൂഡൻ്റെ കളയാണ്ടിരിക്കാൻ വേണ്ടി അവർ ചെയ്യുന്ന നന്മ തന്നെയാണത്. ഞാൻ പോകാൻ പോയപ്പോൾ കൂടിയെന്ന് വെച്ചാൽ പറഞ്ഞല്ലോ, സാറേ പുള്ളി 3 ദിവസം എൻ്റെ പുറകെ നടക്കുന്നത്, ഞാൻ സാറെ കാണിക്കാണ്ട് വെച്ചിരിക്കുകയാണ്, പുള്ളി വന്ന കുഴപ്പമാണ്. അപ്പോൾ ആരാടാന്ന് ചോദിച്ചു. പുള്ളിയുടെ പേര് പറയാൻ പറഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെറുതായിരുന്ന സമയത്ത് ഈ ഇദ്ദേഹത്തിൻ്റെ പാട്ടുകൾ ഗാനങ്ങളൊക്കെ ഞാൻ ഫ്രണ്ടിൽ നിന്നിട്ട് ഭയങ്കര ഇഷ്ടത്തോടെ കേട്ടുള്ള ഒരാളാണ്. പക്ഷെ വർഷങ്ങളായിട്ട് പുള്ളിയുടെ ഒരു അഡ്രസ്സൊന്നുമില്ല. അദ്ദേഹമാണ് 3 ദിവസമായിട്ട് എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിട്ടുള്ളത്. അത് മറ്റവനറിയില്ല. ഞാനപ്പോൾ തന്നെ പറഞ്ഞു, ഇല്ല എനിക്കൊന്ന് കാണണമെന്ന് പറഞ്ഞു. കാരണം ഇവൻ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ അസിസ്റ്റൻ്റ് അവിടെ പറഞ്ഞ് താഴെ ഒരു സെക്കൻഡ് കൂടെ താഴെ ചെന്നിട്ട് പറഞ്ഞു, ഇദ്ദേഹത്തിനോട് പറഞ്ഞു, 2 മിനിറ്റ് കൂടുതൽ സംസാരിക്കരുത്, നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ വേഗം പറയണം, പുള്ളിയുടെ വർക്ക് ചെയ്യേണ്ടിയിരിക്കുകയാണ്, വേഗം വിട്ടോണം, സാരി ഇരിക്കാനൊക്കെ പറയും, അപ്പം നിങ്ങൾ ഇരിക്കരുത്. ഇരിക്കരുതെന്ന് വെച്ചാൽ 2 മിനിറ്റ് എഴുന്നേക്കണം, എന്നിട്ട് സാറേ ശരിയെന്ന് പറഞ്ഞിട്ട് എഴുന്നേക്കണം, അല്ലെങ്കിൽ സാരി ഇരിക്കാൻ പറയും, അവിടുത്തെ വർക്ക് മുടങ്ങും, പണിയാവുമെന്ന് പറഞ്ഞു. അവരുടെ പണി അത് തന്നെയാണ്, അങ്ങനെ തന്നെ ചെയ്യാം. അവർ ചെയ്തത് ശരിയാണ്. ഞാൻ താഴെ വന്നു കഴിഞ്ഞപ്പോൾ പുള്ളി തുടക്കം പോലെ പുള്ളി ഇരിക്കുന്നില്ല, ഇരിക്കുന്നതുകൊണ്ട് ഇരിക്കുന്നില്ല പുള്ളി. അപ്പോൾ നിങ്ങൾ ഇരിക്കുക എന്നിട്ട് സംസാരിക്കാമെന്ന് പറഞ്ഞു. ഞാൻ അയാൾ പറഞ്ഞു, നിങ്ങൾക്ക് അറിയാമോ പണ്ട് നിങ്ങളുടെ പാട്ടൊക്കെ ആയിട്ട് ഞാൻ മണ്ടടിച്ചിരുന്നുണ്ട്.
അതൊക്കെ ശരിയാണ് സാറേ. അപ്പോൾ അയാളപ്പോൾ തന്നെ പ്രൈസ് ലോട്ടനൊക്കെ പണ്ടിങ്ങനെ വാക്കുകളൊക്കെ ഉപയോഗിക്കുകയാണ് പുള്ളി. ഞാൻ 10 വർഷമായിട്ട് യേശുവിൻ്റെ മാർഗത്തിലാണ്. അപ്പം എനിക്ക് റൈറ്റായിട്ടൊരാള് ഈശ്വരൻ പെട്ടപോലെ എനിക്ക് തോന്നിയത്. ഞാൻ അദ്ദേഹത്തിനോട് നിങ്ങൾ കാര്യം നേരെ സ്റ്റുഡിയോയിലേക്ക് പോയിക്കോളാൻ പറഞ്ഞു. വന്നോടെ തന്നെ അപ്പോൾ പുള്ളിക്കൊന്നും പിടുത്തം കിട്ടിയില്ല. ഞാൻ നേരെ മേലെ സ്റ്റുഡിയോ ഉണ്ട്, 4 മണിയിലാണ് അവിടെ റൂമിലേക്കാന്ന് പറഞ്ഞു. പുള്ളി ചെല്ലുന്നു, പിന്നെ റെക്കോർഡിസ്റ്റോൺ മൈക്കൊക്കെ അറേഞ്ച് ചെയ്യാൻ പറയുന്നു, പാട്ട് പാടിക്കാണ്. അപ്പോൾ അസിസ്റ്റന്റ് ഞെട്ടിപ്പോയി. അവര് എന്താ വട്ടാറ്റാണോ ആ ഒരു വട്ടം എനിക്കുണ്ട്. അത് ഭയങ്കര അങ്ങനെയാണ് പുള്ളി സെബാസ്റ്റ്യൻ അദ്ദേഹത്തിന്റെ പേര്, സണ്ണി സെബാസ്റ്റ്യൻ എന്നല്ല. അടിപൊളി. അങ്ങനെ പുള്ളി അതിൽ പാടി. അത് ഭയങ്കര വല്ലാത്ത കഥയല്ലേ. ഈ ടു ഹരിഹർ നഗറിൽ വരുമ്പോൾ ഇൻ ഹരിഹർ നഗർ ഓൾറെഡി ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ അതിനെ പരിഷ്കരിക്കുക, ആധുനികമാക്കുക എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട്. എന്നാൽ അതേ മ്യൂസിക് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളൊരു നിഷ്കർഷമുള്ളൊരു മനുഷ്യനാണ് അലക്സ് പോള്. അപ്പം ആ സമയത്ത് ഈ നമ്മൾ പാടിപ്പതിഞ്ഞ ചില സാധനങ്ങളെ മാറ്റുമ്പോൾ ഇഷ്ടപ്പെടാത്തൊരു ആൾക്കാരാണ് നമ്മൾ. അതിപ്പോൾ കവർ സോങ് പോലും നമുക്ക് അംഗീകരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അവിടെ എങ്ങനെയാ ആ ചാലഞ്ചിനെ? ആളുകൾ പറയാറില്ലേ, ജീവിക്കാൻ വേണ്ടി മരിക്കാൻ പറ്റുന്ന നമ്മൾ ഫ്രണ്ട്ഷിപ്പിന് വേണ്ടി, നമ്മുടെ സഹോദരന്മാർക്ക് വേണ്ടി, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പോൾ ലാല് ഞാൻ ആ സമയത്ത് കുഴപ്പമില്ലാത്തതിൽ ഇങ്ങനെ ഒന്നാമൻ എന്നൊക്കെ പറഞ്ഞ് വേണമെങ്കിൽ പറയാം, അങ്ങനെ നിൽക്കുന്ന ടൈമും കൂടിയാണ്. അപ്പോൾ ആ പടത്തിന് വേണ്ടി പുള്ളി ആദ്യമായിട്ട് ഡയറക്റ്റ് ചെയ്യാണ് തനിയെ. അതിൽ ഞാൻ സംഗീതം ചെയ്യണമെന്ന് പറയുമ്പോൾ എനിക്കൊന്നും വേറെ മാർഗമില്ല. അപ്പോഴും ഞാൻ ഇങ്ങനെ ഈ പാട്ട് രണ്ടാമത് ചെയ്യുമെന്ന് കരുതിയില്ല. പക്ഷെ ആ പടത്തിന് അത് ആവശ്യമാണ്, പഴയ പാട്ട്. ഞാൻ ധർമ്മസങ്കടത്തിലായി, എന്ത് ചെയ്യുമെന്നുള്ളതായി. അപ്പോൾ അത് ഞാൻ പിന്നെ വളരെ വിഷമിച്ച് ലാലിന് വേദന വരാത്ത രീതിയിൽ ലാലിൻ്റെ വീട്ടിൽ പോയിട്ട് എനിക്ക് കാര്യം പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടല്ലോ, അദ്ദേഹത്തിന് ഭയങ്കര ഫീൽ ചെയ്തത് ആ പാട്ടുകൾ. പിന്നീട് നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞു. പുള്ളി ഞാൻ വിളിച്ചു കഴിഞ്ഞപ്പോൾ പുള്ളി ഇപ്പോൾ ആ ഫീൽഡിലൊക്കെ വിട്ടിട്ട് വേറെ ഇതിലൊക്കെ നടക്കുകയാണ്. പുള്ളി വളരെ സന്തോഷത്തോടെ തന്നെയാണ് ഞാൻ എടുത്തതെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാനത് ചെയ്യാൻ തീരുമാനിക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്കറിയാം അതെനിക്ക് ദോഷം ചെയ്യുന്നത് കൂടിയാണെന്നറിയാം. നിലവിലുള്ള പാട്ട് തന്നെ എടുത്ത് ചെയ്യുന്ന എല്ലാവർക്കും അറിയാവുന്നതാണ്. അത് ഈ സ്പീഡാക്കും അതൊക്കെ ചെയ്യാൻ പറ്റും. എങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ കൽവിലെടുത്തിട്ട് ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഒരാൾ ചെയ്യുമ്പോഴുള്ളൊരു പ്രശ്നമുണ്ടല്ലോ, മാറ്റി അല്ലേ. പുള്ളി ഫീലിംഗ് ഒന്നുമില്ല, ചെയ്യുമെന്ന് പുള്ളി അനുഗ്രഹിക്കുക എല്ലാം ചെയ്തെങ്കിൽ പോലും ഇനി അത് വേദനിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണമെന്ന് പറയട്ടെ. അതെങ്ങനെയാണ് ജീവിതം, അങ്ങനെയല്ലേ. ചിലപ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ വേണ്ടി വരും. പിന്നെ മാത്രമല്ല ഭയങ്കര ഫാസ്റ്റായ രീതിയിലാണ് അതിൻ്റെ പാട്ടുകളെല്ലാം. അതിൽ ഒരു ഇംഗ്ലീഷ് സോങ് ഉണ്ട്, അതിൻ്റെ മോളിൽ എഴുതിയാണ് അതിൽ. ഈ പാട്ടുകൾ സ്വയം തന്നെ ബോറടിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട് മുൻപ്. സ്വന്തം പാട്ടുകൾ തന്നെ ചിലതൊക്കെ റിപ്പീറ്റ് കേൾക്കാൻ താല്പര്യമില്ല, അല്ലെങ്കിൽ കേൾക്കാറില്ല. അതൊരു പക്ഷേ നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ ഈ കാലത്തെ ഓർക്കുമ്പോൾ ഈ പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് ആ കാലത്തെ കൂടെ റീകളക്ട് ചെയ്യാൻ പറ്റില്ലേ. അപ്പം ചിലർക്കൊക്കെ പാട്ട് ആ കാലത്തിൻ്റെ റീകളക്ഷനാണ്. ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ അലക്സ് പോളിൻ്റെ ഒരു പാട്ട് കേൾക്കുന്ന സമയത്ത് നമ്മൾ ആ കാലത്തേക്ക് പോവുകയാണ്. എൻ്റെ കൽബിലെ കേൾക്കുന്ന സമയത്ത് നമ്മൾ ആ കാലത്തിലേക്ക്, നൊസ്റ്റിലേക്കൊക്കെ പോവുകയാണ്. അപ്പോൾ സ്വന്തം പാട്ടിൽ അങ്ങനെ ഒരു റീകളക്ഷനോ അങ്ങനെ ഒരു ഇതൊന്നും ഇല്ല. അല്ല, അതെ, സത്യം പറഞ്ഞാൽ ആ പാട്ട് കേൾക്കുന്നതിനെക്കാട്ടും എനിക്ക് ഇഷ്ടം തോന്നാറുണ്ട് എൻ്റെ മുമ്പിൽ നിന്ന് ആരെങ്കിലും ആ പാട്ട് പാടുമ്പോൾ. അപ്പം ഞാൻ ലിറിക്സ് ആയിരിക്കും ശ്രദ്ധിക്കുന്നത്, മറ്റേ ട്യൂണിലേക്ക് പോകും അറിയാതെ. നമ്മൾ ഫോക്കസ് ചെയ്യുന്നതനുസരിച്ചിട്ടല്ലേ. ഇപ്പം നിങ്ങൾക്കെന്ന് പറയണല്ലോ, ഒരു ചെറുപ്പക്കാരൻ പയ്യൻ, അവൻ കുറേ ആളുകൾ പോകുന്നുണ്ട്, അതിനിടയ്ക്ക് പെൺകൊച്ചിൻ്റെ ആരൊക്കെ ആയിരിക്കും അവൻ്റെ കണ്ടു പോണത്. അവന് ഇഷ്ടമായിരിക്കും അല്ലേ, പെൺകുട്ടി കാണാൻ കൊള്ളാമല്ലോ. വേറെ ഒരു ആമ്പിള്ളേരുണ്ട്, അവരാരും കാണില്ല, അങ്ങനെ ആയിരിക്കും ഫോക്കസ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു പാട്ട് കേൾക്കുമ്പോൾ എൻ്റെ മനസ്സ് ആദ്യം പോകുന്ന ട്യൂണിലേക്കായിരിക്കുള്ളൂ, അതിലേക്ക്. അപ്പോൾ അതുകൊണ്ടിട്ട് എന്നെ ലിറിക്സ് ശ്രദ്ധിക്കില്ല. ഒരാൾ നേരെ മറിച്ച് ഇപ്പം നിങ്ങൾ എന്നെ ലൈൻസ് പറഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്ത ഫീൽ ചെയ്തു, അറിയാവുന്നതാണ് ഇപ്പോഴും. അപ്പം നൊസ്റ്റാൾജി എല്ലാം ഉണ്ടാകുന്നു, അതാണ് കാര്യം. പിന്നെ ഈ എൻ്റെ കൽബിൽ എന്നൊക്കെ പറയുന്നത് നമ്മൾ കേൾപ്പിച്ച് നമ്മൾ കൊന്നെടുത്ത പാട്ടുകളാണ്. അത് പ്രശ്നമുണ്ട്. ഞാനിപ്പോൾ എവിടെയും ചെന്ന് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ എൻ്റെ കൽബിൽ എവിടെയും നടന്നു വരുന്നത് അല്ലേ. അതിൻ്റെ ഒരു ആവർത്തന വിരസതയുണ്ട്. ഇപ്പം നിങ്ങൾ മിക്കവാറും ഇതിൻ്റെ തുടക്കം എന്നെ കാണിക്കുമ്പോഴും ആ പാട്ട് ചിലപ്പോൾ ഇടുമായിരിക്കും നിങ്ങൾ ടൈറ്റിലായിട്ട്. അപ്പം ഞാനത് കാണാതിരിക്കുമ്പോൾ ഈ സാധനം എനിക്ക് കേൾക്കുന്നത്. അത് മോശമെന്ന് വിചാരിച്ചിട്ടല്ല, ട്യൂണാണല്ലോ ഞാൻ കേൾക്കുന്നത്, അതുകൊണ്ടിട്ടാണ്. ലിറിക്സിലേക്ക് പോയി കഴിഞ്ഞാൽ അങ്ങനെയല്ല, അത് കാലങ്ങളിൽ അതിജീവിക്കുന്നതാണ്. പ്രത്യേകിച്ച് ഇവരെഴുതിയ ഇതല്ല. അത് സാറ് അച്ഛനുറങ്ങാത്ത വീട് പറഞ്ഞപ്പോൾ ഒഴുകുകയായി പുഴ പോലെ എന്നുള്ളതിൽ
ആദ്യം മെയിൽ പോർഷൻ വന്നതിന് ശേഷമാണ് ആദ്യാനുരാഗം എന്ന് പറയുന്ന സുജാത ചേച്ചിയുടെ വരുന്നത്. ആദ്യാനുരാഗം എന്ന് പറഞ്ഞ് വരുമ്പോഴുണ്ടല്ലോ, ഇതിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ആ പോർഷൻ ഇങ്ങനെ വരാൻ വേണ്ടിയിട്ട് കാത്തിരുന്നിട്ടുണ്ട്. അത് ചില പാട്ടുകളിൽ നമ്മൾ അനുപല്ലവിയോ ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഹുക്ക് ലൈനോ ഒക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യും. അത് ഭയങ്കര സുഖമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അന്ന് ആ പോർഷനെ അങ്ങനെ തന്നെയാണോ ഹാൻഡിൽ ചെയ്തിരുന്നത്, അതേ പിൽക്കാലഘട്ടത്തിൽ അത് ഹിറ്റായി പോയതാണോ, എന്താണ്? അത് സുജാത ചേച്ചി വളരെ ഗൗരവമായിട്ട് പാട്ടിന്, എല്ലാവരും ഗൗരവമായിട്ടാണ് കാണുന്നതല്ലെന്നല്ല ഞാൻ പറഞ്ഞത്. സുജാത ചേച്ചിയൊക്കെ എനിക്ക് വേണ്ടി പാടാനായിട്ട് വരുമ്പോൾ ഇവിടെ ഒരാളത്ത് വന്നിട്ട് ഒരു ദിവസം മുന്നേ തന്നെ വരും, വന്നിട്ട് റൂം എടുത്ത് താമസിക്കും. ഇത്രയും കഴിവുള്ള ആളല്ലേ, എന്നിട്ട് വരും. ഞാൻ നേരത്തെ വന്ന് പാട്ടൊക്കെ കേട്ട് നേരത്തെ പാട്ട് കൊടുക്കാറുണ്ട്. അത് പഠിച്ച് നല്ല മനസ്സിൽ പതിപ്പിച്ച് എല്ലാം കേട്ടാണ് അത് പാടുന്നത്. ഈ പാട്ട് കംപ്ലീറ്റ് ആയിട്ട് സുജാത ചേച്ചി പാടിയിട്ടുണ്ട്. അവൻ്റെ മെയിൽ വോയിസും പാടി. അതിനുശേഷമാണ് അതിനെ ഡിവൈഡ് ചെയ്തത് പടത്തിന് വേണ്ടി. പക്ഷെ ഞങ്ങൾ ആ പോർഷൻ, ശരിക്കും എൻ്റെ സ്വന്തം അനുഭവം കൂടെ പറയുകയാണ് അതിനകത്ത് ചേർത്ത് പറയാം. ആ പോർഷൻ വരുമ്പോൾ ഞാൻ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ആ പോർഷനിലേക്ക് എത്തുന്നത് വരെ വെയിറ്റ് ചെയ്യില്ലേ? ചില പാട്ടുകളിൽ അങ്ങനെ സംഭവിക്കാറുണ്ട്. അല്ല, അത് തീർച്ചയായിട്ടും ഒരു പാട്ടിന് ഞാൻ വിശ്വസിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, ഒരു പാട്ടിൻ്റെ ഓരോ ഭാഗങ്ങളും അടുത്തത് വരുമ്പോഴും ഓരോ സ്ഥലത്തും എന്തെങ്കിലുമൊക്കെ അവർക്ക് കിട്ടണം. സിനിമ കാണുന്ന പോലെ തന്നെയാണ്, അത് എഴുന്നേറ്റ് പോയില്ലേ. അപ്പൊ അടുത്തതിന് കിട്ടണം, അടുത്തിരി നന്നായിരിക്കണം, അങ്ങനെ പോകണം. മറ്റേ കാത്തിരുന്ന പെണ്ണിന്റെ ഇടയ്ക്ക് രാമരാമകാഥ വരുന്നു, പിന്നെ അടുത്തത് വീണ്ടും തിരിച്ചു വരുന്ന ഭയങ്കര രസമാണ്. പിണക്കം മറന്നു ആ സാധനം മറ്റേത് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് ഇത് കേൾക്കാൻ വെയിറ്റ് ചെയ്യുന്നത്. പലരും എന്നെ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടത് അതിനിടയ്ക്കുള്ള സംഭവം എന്നൊക്കെ പറയണവരുണ്ട്. പക്ഷെ ഇതുള്ളതുകൊണ്ട് അത് ഇഷ്ടപ്പെട്ടതെന്ന് ആരും ചിന്തിക്കുന്നില്ല. അതിന് തനിയെ നിലനിൽപ്പില്ല. അതാണ് അങ്ങനെ മാറ്റണല്ലേ. ഒരു അലക്സ് പോളിനെ പോലെ തന്നെയാണ് സിനിമ ഉള്ളതുകൊണ്ടാണ് അലക്സ് പോൾ അറിയുന്നത് അല്ലേ. ഞാൻ കുറെ ലളിതാനം ചെയ്ത് കഴിഞ്ഞാല് കഴിവുള്ള ഒരുപാട് ആളുകളുണ്ട്. നമുക്കെന്ത് ദൈവാനുഗ്രഹം കൊണ്ട് ഇങ്ങനത്തെ അവസരങ്ങളെല്ലാം കിട്ടിക്കൊണ്ടിട്ട് ഈ ലെവലിൽ ഇപ്പൊ ഇന്റർവ്യൂവിനൊക്കെ വരുന്ന അത്രേ ഉള്ളൂ. ചിലത്താമരയെ പാടിയത് ചിത്ര ചേച്ചിയാ. ചിലത്താമര ഹലോ എന്ന് പറയുന്ന സിനിമ തന്നെ ബമ്പർ ഹിറ്റായിരുന്നു. പാട്ട് അല്ലാതെ തന്നെ ഹിറ്റായിരുന്നു. അപ്പോൾ സിനിമയുടെ കൂടെയും ഈ പാട്ടുകളൊക്കെ അർഹിക്കുന്ന സ്ഥാനത്തിലേക്ക് എത്താറുണ്ട്. ചില പാട്ടുകൾക്ക് അങ്ങനെ എത്താറില്ല. പക്ഷെ ചിലത്താമരയ്ക്ക് അതിനൊരു അർഹിക്കുന്ന ഒരു സ്പേസിലേക്ക് എത്താൻ പറ്റിയെന്നുള്ളത് ആ പടത്തിൻ്റെ കൂടെ ഒരു ഗുണമാണ്. ചില സമയത്ത് അങ്ങനെ ഫീൽ ചെയ്യാറില്ലേ? തീർച്ചയായിട്ടും. ചിലത്താമര എന്താ പറയുക, ചിത്ര അല്ലാതെ വേറെ ആളെ ചിന്തിക്കാൻ പറ്റില്ല. ഓരോ പാട്ടും അങ്ങനെ തന്നെയുണ്ട്. ഞാൻ അല്ലാണ്ടൊന്നും വിട്ടിട്ടില്ല കേട്ടോ. നിങ്ങൾ നേരത്തെ പറഞ്ഞ അരപ്പവൻ്റെ കാര്യം പറഞ്ഞില്ലേ, അരപ്പവൻ 100% അതിലെ റിമിയും ബിദു തന്നെയാണ് പാടുന്നതെന്ന് തന്നെ ഇപ്പോഴും വിശ്വസിക്കുന്നത്. ചിത്ര പാടിക്കുന്നത് വേറെ ടൈപ്പായി വേറെ പാട്ടായിട്ട് മാറും എന്ന് പറഞ്ഞാൽ ചെല്ലത്താമര ചിത്ര അല്ലാണ്ട് വേറെ ചിന്തിക്കാൻ പറ്റില്ല. എനിക്ക് അങ്ങനെ തോന്നിയുള്ളത്. അത് മാത്രമല്ല, എനിക്ക് ആ പാട്ട് പാടിച്ചു കഴിഞ്ഞപ്പോൾ ചിത്രയുടെ ഒരു മനോഹരമായിട്ടൊരു മനസ്സെനിക്ക് കാണാൻ പറ്റിയെന്ന്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു പാട്ടുകാരും ചെയ്യാത്തൊരു സംഭവം ഉണ്ടായി. അതിൽ ഹിന്ദി പോർഷൻസ് ഉണ്ട്. ആ പോർഷൻസ് ഒരു ശ്രദ്ധിക്കപ്പെടാത്തൊരു കുട്ടിയാണ് പാടിയത്. സംഗീത എന്നൊരു പെൺകുട്ടിയെ പാടിയത്. എൻ്റെ ട്രാക്ക് പാടി അപ്പോൾ അതാണ് പാടിയിരുന്നത്. അപ്പോൾ ചിത്ര അത് കേട്ടിട്ട് പറഞ്ഞു, സാറേ അത് ഭയങ്കര രസമുണ്ടല്ലോ, അത് അതിനെ കൊടുത്താലോ എന്ന് ചോദിച്ചു. അതൊരിക്കലും ആരും പറയില്ല അത്. അപ്പോൾ ഞാനത് ഞെട്ടിപ്പോയി. ഞാനും ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ അത് പറയണ എങ്ങനെയാന്ന് ഇരിക്കുന്ന സമയത്താണ് ഇങ്ങാട് പറഞ്ഞു പുള്ളിക്കാരത്ത്. അത് വലിയൊരു മനസ്സാണ്, ആരും പറയില്ല. എന്ന് വെച്ചാൽ അത് നന്നായതുകൊണ്ടാണ് പറയാത്തത്, അതാണ്. അപ്പോൾ അത് രസമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബാധിക്കുമല്ലോ, നല്ല ചിന്ത ഉണ്ടാവുമല്ലോ, മനുഷ്യനല്ലേ എന്തൊക്കെ പറഞ്ഞാൽ. പക്ഷെ അതില്ല എന്നുള്ളതാണ്, നിഷ്കളങ്കമായിട്ടാണ് അതിനെ കാണുന്നത്. ബൈബിളിൽ ക്രൈസ്റ്റ് പറഞ്ഞ പോലെ മറ്റുള്ളവനെ നമ്മളായിട്ട് തന്നെ കാണുന്ന ഒരവസ്ഥ ഉണ്ടല്ലോ, ആ ലെവലുള്ള ഒരാളായിട്ട് എനിക്കന്ന് ഫീൽ ചെയ്തു ചിത്രയുടെ കാര്യത്തിൽ. അതും കൂടി ഉണ്ട് കേട്ടോ. നമ്മളെല്ലാവരും കേരളീയരെല്ലാവരും ചിത്രം ഇഷ്ടപ്പെടുന്നത് അതുകൊണ്ടിട്ടാണ്. ഒരു ചിരി മാത്രം മതിയല്ലോ. ഞാൻ ആദ്യമായിട്ട് ചിത്രനെ പാടിക്കുമ്പോൾ ഞങ്ങൾ ഇരുന്ന് ഫോട്ടോ എടുക്കുന്ന സമയത്ത്, ചിത്ര എന്ന് പറയുന്നത് നമ്മൾ ജനിച്ച പോലെ നമ്മുടെ മനസ്സിലുള്ള ഒരാളല്ലേ, ഞാൻ പിന്നീട് വന്ന ആളല്ലേ. ഫോട്ടോ എടുക്കുന്ന സമയത്ത് പുള്ളിക്കാരത്തി ഇരിക്കുന്നില്ല, മ്യൂസിക് ഡയറക്ടറാണ് ഇരിക്കേണ്ടത് വേണ്ടത്. പുള്ളിക്കാരൻ അതായത് ഗുരുശിഷ്യ ബന്ധം പോലെയുള്ള ഒരു സംഭവം ഉണ്ടായില്ലേ. ഒരു കുഞ്ഞാണെങ്കിൽ പോലും പാട്ട് പഠിപ്പിക്കുന്ന ആൾ ഗുരുവാണല്ലോ, ആ ഇതിലാണ് പുള്ളിക്കാരത്തി എടുക്കുന്നത്. അതൊക്കെ ഒരു വലിയ മനസ്സുള്ളവർക്കേ പറ്റുള്ളൂ അത്. അതാ. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഞാനിപ്പോൾ ശരിക്കും ചിത്രയുടെ വോയിസും അതിനെക്കാട്ടും ഉപരിയായിട്ട് ചിത്രനെ ഇഷ്ടപ്പെടുന്ന ചിത്രയുടെ ക്യാരക്ടറാണ്. അത് ഭയങ്കരമാണത്. അങ്ങനെ ആകാനെ പോയി. ഞാനിങ്ങനെ പിള്ളേരോടൊക്കെ പറയാറുണ്ട്, നമുക്ക് ആര് വേണമെങ്കിലും ആകാൻ പറ്റും. ഡോക്ടർ ആകാൻ പറ്റും, എഞ്ചിനീയർ ആകാൻ പറ്റും, മ്യൂസിക് ഡയറക്ടർ ആകാൻ പറ്റും,
നടനാകാൻ പറ്റും, എല്ലാം ആകാൻ പറ്റും. പക്ഷെ ഒരു നല്ല മനുഷ്യനാകുക എന്ന് പറയുന്നത് ഇമ്മിണി ബുദ്ധിമുട്ടാണ്. അത് ഭാഗ്യമാണത്. നമ്മളെ ബ്ലഡിൻ്റെയും കൂടി ഉണ്ടല്ലോ അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തിത്വങ്ങളാണ് അവരെല്ലാവരും. ഈ സിനിമ മാറി കുറച്ചൊക്കെ പുതിയ മ്യൂസിക് ഡയറക്ടേഴ്സ് ഒരുപാട് പേര് വരുന്നുണ്ട്. അപ്പോൾ പഴയ മ്യൂസിക് ഡയറക്ടേഴ്സ് എന്ന് പറയുന്ന ഒരു തുടർച്ച കണ്ടെത്താൻ പലരും ശ്രമിക്കുന്ന ഒരു സ്പേസിലാണ് നിൽക്കുന്നത്. ഈ അലക്സ് പോൾ ശരിക്കും അലക്സ് പോളിനെ വിലയിരുത്തുമ്പോൾ എവിടെയാണ് പ്ലേസ് ചെയ്യപ്പെട്ടിരിക്കുന്നത്? ഇല്ലെങ്കിൽ ഒരു മെയിൻ സ്ട്രീം സിനിമയുടെ ഭാഗമായിട്ട് തന്നെ നിൽക്കുന്നതാണ് മ്യൂസിക് ഡയറക്ഷൻ എന്ന് കരുതുന്നില്ല. പക്ഷേ സിനിമയാണ് നമുക്ക് പലപ്പോഴും ഇത്തരത്തിലുള്ളൊരു ഗും തന്നിട്ടുള്ളത്. ഒരു എന്താ പറയുക, അത് ഒരു സാമ്പത്തികാവസ്ഥ മാത്രമല്ല, ഒരു ജനകീയ അംഗീകാരവും കൂടിയാണ് സിനിമ. പോപ്പുലർ മ്യൂസിക് എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് സിനിമയാണുള്ളത്. അപ്പം അതിൽ ഏത് സ്പേസിലാണ് സ്വയം നിൽക്കുന്നതെന്ന് എപ്പോഴെങ്കിലും വിലയിരുത്തുകയോ ഈ കൂട്ടത്തിൽ ഇങ്ങനെ ഓടാൻ വേണ്ടി ശ്രമിക്കുമോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? എവിടെയാണ് മനസ്സ് നിൽക്കുന്നതെന്ന് അറിയാൻ വേണ്ടി ചോദിക്കും. ഞാൻ കുറച്ച് ആത്മീയമായിട്ട് ചിന്തിക്കുന്ന ഒരാളൊക്കെ ആയിരുന്നു പണ്ട്. ആത്മീയം എന്ന് പറയുമ്പോൾ മറ്റേ സന്യാസി അങ്ങനെ സംഭവമൊന്നുമല്ല. എനിക്ക് ഗുരുക്കന്മാരുണ്ടായിരുന്നു, ആത്മീയ ഗുരുക്കൾ. അപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞൊരു സംഭവമുണ്ട്. സിനിമയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ കുറച്ചാളുടെ മെഡിറ്റേഷനും അതൊക്കെ നിർത്തി വെക്കണമെന്ന് പറഞ്ഞു. എന്താ വെച്ചാൽ ഇതൊരു മത്സരരംഗമാണ് സിനിമ. അവിടെ ഏറ്റവും ഒന്നാമനാകണം, അതിനുവേണ്ടിയുള്ള ശ്രമം നടത്തേണ്ടത്. ഞാനത് അവർ പറഞ്ഞൊക്കെ പാലിക്കുകയുണ്ടായി. എങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള ഒരു സംഭവം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അവിടെ. മനസ്സിലായി? അപ്പോൾ നമുക്ക് സത്യത്തിൽ ഞാനതല്ല, ഞാൻ നല്ല മനുഷ്യനൊന്നുമല്ല. പക്ഷെ നല്ല മനുഷ്യൻ ആകാൻ വേണ്ടിയുള്ള ഒരു അതികഠിനമായുള്ള ത്വരയും ഇതൊക്കെ ഉണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മളെ കൂടെ വരുന്നവരൊക്കെ ഞാൻ ഭയങ്കര പ്രൊമോട്ട് ചെയ്യാറുണ്ട്. അപ്പം തന്നെ എൻ്റെ ഒരാൾ മനസ്സിൽ വേറെ മനസ്സുകൊണ്ട് പറയും, നീ ഒന്ന് മണ്ടത്തോടെ ചെയ്യുന്നത്, നിൻ്റെ കസേരയാണ് അവൻ ഒഴിച്ചു കൊടുക്കുന്നതൊക്കെ പറയാറുണ്ട്. പക്ഷെ എങ്കിലും നമ്മളുടെ കൂടെ ഉണ്ടാകുന്ന പലരും മ്യൂസിക് ഡയറക്ടറാണ് എൻ്റെ പിന്നിൽ ചെറുതായിട്ടെങ്കിലും എൻ്റെ ഒരു കൈയുണ്ട്. അവർ ചില പറഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല, നിർബന്ധമായിട്ട് അവനെ കൊണ്ട് ചെയ്യിക്കുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമുണ്ട്, ആരും അറിയണ്ടാവും. നമ്മളുടെ നല്ലതെന്ന് പറയാൻ ആളുകളെ അറിഞ്ഞിട്ടല്ല, നമുക്ക് തോന്നുന്ന കാര്യമുണ്ട്. ഇപ്പോൾ ഞാൻ ചിന്തിക്കുന്ന കാര്യമുണ്ട്. ഇപ്പോൾ നമ്മൾ നുണ പറഞ്ഞെന്ന് വിചാരിക്കാം. നുണ പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളും അറിയില്ലായിരിക്കും, പക്ഷെ നമുക്കറിയാമല്ലോ ഞാൻ നുണ പറഞ്ഞെന്നുള്ളത്. അപ്പോൾ നമുക്ക് നമ്മളോടുള്ളൊരു എന്താണ് പറയുന്നത്, ഒരു മതിപ്പ് കുറയല്ലാണ്. ശരിയല്ല എന്നുള്ള തോന്നലായിരുന്നു അല്ലേ. നുണ പറയാണ്ടിരിക്കാൻ പറ്റില്ല കേട്ടോ. എനിക്ക് ഒരുപാട് നുണ പറഞ്ഞിട്ടുണ്ട്, പറയാണ്. അപ്പോൾ നുണയല്ല ഞാൻ പറഞ്ഞു തന്നത്. എങ്ങനെയൊക്കെ നമ്മൾ അതെനിക്ക് ഭയങ്കരമായിട്ട് ഒരു ത്രില്ലാണ്. അങ്ങനത്തെ ശരിക്കുള്ള സ്വഭാവം അതല്ലെങ്കിൽ പോലും മാക്സിമം നന്നായിട്ട് ഇരിക്കണം, ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടല്ല. അതല്ലാതെ ചെറിയ പ്രായത്തിലൊക്കെ ഞാൻ കൂട്ടുകാരെ തമ്മിൽ വഴക്കിടുമ്പോൾ അവർ രണ്ടുപേരും അറിയാണ്ട് രണ്ടുപേരും വീട്ടിൽ പോയിട്ട് നാടകമായിട്ട് കുറേ കഥകളൊക്കെ പറഞ്ഞ് രണ്ടുപേരും തമ്മിൽ ഒന്നിപ്പിക്കാറുണ്ടായിരുന്നു. അവരറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല അത്. അങ്ങനത്തെ ചില കാര്യങ്ങൾ ചെയ്യായിരുന്നു. അപ്പോൾ അറിയണമെങ്കിൽ കുറേ കാര്യങ്ങളുണ്ട്. ഈ മ്യൂസിക് ജേണി പലപ്പോഴായിട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എങ്കിലും ഒന്ന് ബ്രീഫ് ചെയ്താൽ എവിടെ മുതലായിരിക്കും ശരിക്കും ഒരു ഉള്ളിൽ മ്യൂസിക് പഠിച്ചു തുടങ്ങിയപ്പോൾ ഉള്ളിൽ വന്നോന്ന് അറിഞ്ഞൂടാ. ചിലപ്പോൾ എവിടെ മുതലാണ് ശരിക്കും അതിൻ്റെ ഒരു ഇങ്ങനെയാണ് നമ്മൾ ഈ വഴി സെലക്ട് ചെയ്യണമെന്നൊക്കെ തോന്നില്ലേ? അതെവിടെ മുതലാണ് തോന്നി തുടങ്ങിയ മനസ്സിനകത്ത്? അത് എങ്ങനെയാണെന്ന് വെച്ചാൽ എൻ്റെ ചെറുപ്പകാലത്തിൽ ഞങ്ങൾ എറണാകുളത്ത് ആണ് ജനിച്ചു വളർന്നത്. ചുരുക്കി പറയാൻ അത് കുറേ ഇൻ്റർവ്യൂ ഞാൻ പറഞ്ഞല്ലോ, അതുകൊണ്ട് അതിലേക്ക് ഞാൻ പോകുന്നില്ല. പിന്നീട് ചേരാനെല്ലൂർ സ്ഥലത്തേക്ക് ഞങ്ങൾ വീട് താമസം മാറുന്നു. അപ്പോഴാണ് എൻ്റെ ഫാദർ അറിയുന്നത് മുന്നോട്ട് പോകാനായിട്ട് പൈസ വേണമെന്നുള്ളത്. അതായത് അതുപോലെ ഒരു കൂട്ടുകുടുംബമായിരുന്നു അവിടെ എറണാകുളത്ത്. അപ്പോൾ ആ സമയത്ത് ഇത്തിരി സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ അനുഭവിച്ചൊരു കാലഘട്ടമാണ്. ഈ ഒരു സമയത്ത് അപ്പം ജ്യേഷ്ഠനപ്പോൾ എറണാകുളത്താണ്, ഞാൻ വീട്ടിൽ തന്നെയാണ്. രാത്രി കാലങ്ങളിൽ അപ്പോൾ എൻ്റെ ഫാദർ മ്യൂസീഷ്യനാണ്. രാത്രി കാലങ്ങളിൽ എല്ലാം ഉറങ്ങിക്കഴിയുമ്പോൾ ഞാൻ ബെഡിൽ നിന്ന് ഇറങ്ങിയിട്ട് താഴെ പായിട്ട് കിടക്കുമായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരു കലാകാരനാകേണ്ട ആളാണ്, മ്യൂസീഷ്യനാകേണ്ട ആളാണ്. അപ്പോൾ ദാരിദ്ര്യമാണെന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത് ആ പ്രായത്തിൽ. അപ്പോൾ ദാരിദ്ര്യമായിട്ട് ഉള്ള സമയത്ത് എനിക്കൊരു ദുഃഖമായിട്ട് തോന്നരുത് അത്. അപ്പച്ചനൊക്കെ പണ്ട് തറവാട്ട് ഇതെല്ലാം കൊണ്ടിട്ട് കട്ടിലും കിടക്കയും അതോ വീടുമൊക്കെ ഉണ്ടായി. പക്ഷെ എനിക്ക് അതുപോലെ ഉണ്ടാവില്ല. അപ്പോൾ എനിക്ക് വിഷമം വരാൻ പാടില്ല. ആനന്ദം വിളമ്പുന്നവനായിരിക്കണം ഒരു സംഗീതം. അപ്പോൾ എനിക്ക് ആനന്ദം ഇല്ലെങ്കിൽ ഞാനെങ്ങനെ വിളമ്പാൻ പറ്റുന്നത്? എൻ്റെ കയ്യിൽ ഇത് വേണ്ടേ? അപ്പോൾ ഏതവസ്ഥയിലും എനിക്ക് സന്തോഷം ഉണ്ടാകണം. അപ്പോൾ അതിനോട് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി താഴെ കിടക്കുമായിരുന്നു. അങ്ങനത്തെ ചില സംഭവങ്ങൾ മുൻപ് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് ഏത് പ്രായത്തിലായിരുന്നു? അതൊരു 10-12 വയസ്സുള്ളപ്പോഴൊക്കെ തന്നെ. അപ്പോഴേ മനസ്സിൻ്റെ തന്നെ ആയിരുന്നു. അതാണ്. അപ്പോൾ അങ്ങനെ അത്രത്തോളം ഞാനിങ്ങനെ പ്രണയിച്ചിട്ടുണ്ട് സംഗീതത്തിന്. എൻ്റെ കല്യാണത്തിന് ഫസ്റ്റ് നൈറ്റിൽ വൈഫിനോട് പറഞ്ഞത്
ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് നിന്നെ അല്ല എന്ന് പറഞ്ഞു. ഓ, പുള്ളിക്കാരെ ആലങ്കാരികമായി കേട്ടിട്ടുണ്ടാവും, താത്വികമായി പറഞ്ഞതാണെന്ന് വിചാരിച്ചിട്ടുണ്ടാവും. ഇല്ല, കാര്യം കാര്യം പറഞ്ഞു, സംഗീതമാണെന്ന് പറഞ്ഞു. അപ്പൊ അവർക്ക് സന്തോഷമായി. മ്യൂസിക്കിനാണല്ലോ. അതെ അതെ, അതുകൊണ്ട് കുഴപ്പമില്ല. അവളെ കല്യാണം കഴിക്കാൻ തന്നെ പോയപ്പോ അവൾ വീട്ടിൽ ചെന്നപ്പോ ഞാൻ ഇവിടെയല്ല കണ്ടത്, അവിടെ ഒരു വയലിലിരിക്കുന്നു വേറെ. അപ്പോഴാണ് അറിയണത് അമ്മായിപ്പം വയലിനൊക്കെ വായിക്കുമെന്ന്. ഓ, അതും കാരണമായിട്ടുണ്ടാവും. തീർച്ചയായിട്ടും. അതായത് എവിടെയും നമ്മൾ സംഗീതത്തിനെ ഇങ്ങനെ കാണാനായിട്ട് കൊതിക്കുന്ന ഒരു ഇതാണ്. എവിടെയും എല്ലായിടത്തും ഉണ്ടെന്ന് ഇപ്പൊ നമുക്ക് ബോധ്യമുണ്ട്. സംഗീതം ഇല്ലാത്തൊരു ഏരിയ ഇല്ല, എല്ലായിടത്തും സംഗീതമുണ്ട്. എല്ലായിടത്തും സംഗീതം നിറയണം. ആണ്, സംഗീതമാണെല്ലാം. അതെ അതെ. അതായത് ഞങ്ങളുടെ പൂർവീകര് പറയുന്നത് വെച്ചാല് സർവ്വചരാചരങ്ങളും സംഗീതത്തിന്റെ രൂപഭേദങ്ങളാണെന്ന് പറയുന്നത്. സർവ്വചരാചരങ്ങളെല്ലാം, ജീവനുള്ള ജീവനില്ലാത്ത എല്ലാ വസ്തുക്കളും സംഗീതത്തിന്റെ വേറെ അവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എല്ലാ സംഗീതമാണെന്ന് പറയുന്നത്. ചിലപ്പോ ചോദിക്കാൻ പാടുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. ഒരു ഇഷ്ടപ്പെട്ട പാട്ടുകൾ ഇപ്പോൾ ഫിലിമിൽ ചെയ്തിട്ടുള്ളതിൽ ഇഷ്ടപ്പെട്ട പാട്ടുകൾ ഏതെങ്കിലുമൊക്കെ അങ്ങനെ ഓർത്ത് പറയാൻ പറ്റുമോ, ഇല്ലെങ്കിൽ ഇഷ്ടം ഇന്നതാണ് എന്ന് പറയാൻ പറ്റുന്നൊരവസ്ഥയിൽ ഏതെങ്കിലുമൊക്കെ പാട്ടുകൾ മനസ്സിൽ കിടപ്പുണ്ടോ? അത് നമുക്ക് നല്ല വിശപ്പുള്ള സമയത്ത് നമ്മൾ ചോറ് കഴിക്കാം. ഉച്ചക്കാണെങ്കിൽ ചോറ് കഴിക്കും, രാത്രിയാണെങ്കിൽ ചിലപ്പോൾ ചപ്പാത്തി കഴിക്കും, രാവിലെ ഇഡ്ഡലി കഴിക്കും. ഓരോ സമയം അനുസരിച്ചിട്ടുള്ളൊരു കാര്യം കൂടിയുണ്ട്. ഇപ്പൊ പെട്ടെന്ന് നിങ്ങൾ ഇപ്പോൾ കൈനിറയെ വേണ്ട തരണം എന്നുള്ള പാട്ട് പറഞ്ഞു. നിഷ്കളങ്കമായിട്ട് ഞാൻ പറയണം, ഒന്നും ആലോചിച്ചിട്ടൊന്നുമല്ല, ബുദ്ധിയൊന്നും പെട്ടെന്ന് കൈനിറയെ വേണ്ട തരണം എന്ന് വെച്ചാൽ മറ്റേ പാട്ട് ഓരോന്നും അതിൻ്റെയുള്ള തലത്തിൽ രസമാണ്. ഒരു സമയത്ത് അങ്ങനെ പ്രത്യേകതയുണ്ട് ചില പാട്ടുകൾ. ഇപ്പം ഞാനിപ്പോൾ ഒരു പുതിയൊരു പടത്തിൽ ഞാൻ പാട്ട് ചെയ്തിട്ടുണ്ട്. ആ പാട്ട് വേണമെങ്കിൽ പരിശ്രമിക്കുള്ളൂ. ആ പാട്ട് ഒരു വൈകുന്നേരം സമയത്ത് അധികം ആളില്ലാത്ത സമയത്ത്, അതായത് ഗ്രാമങ്ങളിലേക്കാണെങ്കിൽ പറ്റുള്ളൂ എന്ന് തോന്നുന്നത്, വഴിയിലൂടെ ഹെഡ്ഫോണിലോ എല്ലാം ഇട്ടുണ്ട്, അതൊന്ന് പ്ലേ ചെയ്ത് കണ്ണടച്ച് കഴിഞ്ഞാൽ വണ്ടിയിൽ ഇടിക്കും. അതുകൊണ്ട് കണ്ണടന്ന് തന്നെ കേട്ട് കഴിഞ്ഞാൽ വേറെ ലോകത്തേക്ക് പോകുന്നൊരു ഫീലിംഗ് ഉണ്ടാവും. അങ്ങനത്തെ രാഗത്തിലാണ് ചേരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത് അത് ഞാൻ പിന്നീട് നോക്കുമ്പോൾ എനിക്കത് ശരിയാണെന്ന് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതാണ് ഓരോന്നിനും ഓരോ ഫീലാണ്. അതുകൊണ്ടിട്ടാണ് എല്ലാം ഇപ്പോൾ ബിരിയാണി ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ബിരിയാണി ഇഷ്ടപ്പെടില്ലല്ലോ എന്ന് പറഞ്ഞ പോലെ നമ്മൾ എവിടെയാണ് ഇരിക്കുന്നത് അതനുസരിച്ചിട്ടാണ്. എങ്കിലും മനസ്സിലേക്ക് വരുന്ന പാട്ടുകൾ ഉണ്ട് ഇതേപോലെ. തീർച്ചയായിട്ടും. എന്നാലും നമ്മളുടെ ഒരു എന്താ പറയുന്നത്, നമുക്ക് മെലഡി ആണല്ലോ പൊതുവേ. എനിക്ക് മാത്രമല്ലെന്ന് തോന്നുന്നു, എനിക്ക് തോന്നുന്നു 90% കേരളത്തിലെ ജനങ്ങൾക്ക് മെലഡി ഉള്ള സോങ്ങുകളെ ഇഷ്ടം. അതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. റാപ്പൊന്നും അല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തുള്ളത്. നേരത്തെ റാപ്പിനെ പറ്റി പറഞ്ഞല്ലോ, റാപ്പ് മോശമൊന്നുമല്ല, അത് കേട്ടിരിക്കാം. അതിൻ്റെ ലിറിക്സൊക്കെ ശ്രദ്ധിക്കും ആൾക്കാർ, അതിൻ്റെ പ്രാസവും അതൊക്കെ ശ്രദ്ധിച്ചതിനിരിക്കും. വേണമെങ്കിൽ അത് കഷ്ടപ്പെട്ട് പഠിച്ച് പാടുകയും ചെയ്യും, സ്റ്റേജിലൊന്ന് ഷൈൻ ചെയ്യാൻ വേണ്ടി. ഇപ്പോൾ കുട്ടികളെല്ലാം പാടും. ഷൈൻ ചെയ്യാൻ വേണ്ടിയൊക്കെ അത് കഷ്ടപ്പെട്ടൊക്കെ പാടും. പണ്ട് ഒരു പാട്ട് മോഹൻലാലിന്റെ പടത്തിൽ വന്നിട്ടുണ്ട്, ഭയങ്കര സർക്കസ് ആയിട്ടുള്ള ലൈൻസ് ഉള്ളത്. അത് വളരെ കഷ്ടപ്പെട്ട് പഠിച്ച് പാടുന്നവരില്ലേ, നമ്മളിപ്പോ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി നാക്കൊക്കെ ഒന്ന് ശരിയാക്കാൻ എന്ന് പറഞ്ഞ പോലെ ആ ഒരു രസമുണ്ടല്ലോ, അതാണ്.